ഇൻഡിഗോ പ്രതിസന്ധിയിൽ വലഞ്ഞ് കരിപ്പൂരിലെ യാത്രക്കാരും. കരിപ്പൂരിൽ നിന്ന് രാവിലെ 10-ന് പുറപ്പെടേണ്ട ഹൈദരാബാദ് വിമാനം റദ്ദാക്കി. കരിപ്പൂരിൽ നിന്നുള്ള ദുബായ്, ദമാം, ജിദ്ദ വിമാനങ്ങളും വൈകുമെന്ന് ഇൻഡിഗോ അധികൃതർ അറിയിച്ചു. വിവരങ്ങളുമായി KT സ്വാലിഹ് കൂടി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. സ്വാലിഹ്, ഏതായാലും രാജ്യത്ത് എല്ലായിടത്തും ഇൻഡിഗോ വിമാനങ്ങൾ തടസ്സപ്പെടുകയാണ്, വിമാനങ്ങൾ റദ്ദാക്കപ്പെടുകയാണ്. 1000-ഓളം സർവീസുകളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി റദ്ദാക്കപ്പെട്ടത്. കരിപ്പൂരിൽ എത്ര ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വലഞ്ഞിരിക്കുന്നത്? സിജു, ഇന്നലെ 4 വിമാനങ്ങളും ഇന്ന് പുലർച്ചെ മുതൽ 1 വിമാനവുമാണ് റദ്ദാക്കിയിട്ടുള്ളത്. ഇന്ന് 10 മണിക്ക് പുറപ്പെടേണ്ട ഹൈദരാബാദ് വിമാനമാണ് റദ്ദാക്കിയത്. അതോടൊപ്പം തന്നെ കരിപ്പൂരിൽ നിന്ന് ദുബായ്, ദമാം, ജിദ്ദ വിമാനങ്ങളും വൈകുമെന്ന് ഇൻഡിഗോ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇത് വൈകിട്ട് പുറപ്പെടും എന്നാണ് പറഞ്ഞിരുന്നത്. ഇതെല്ലാം പുലർച്ചെ പോകേണ്ട വിമാനങ്ങളാണ്. പലരും യാത്രക്കാർ വിമാനമുണ്ടാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എത്തി വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നത്. നിലവിൽ ടിക്കറ്റ് ചാർജും വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. മറ്റു വിമാനങ്ങൾക്കാണെങ്കിലും കരിപ്പൂരിൽ നിന്ന് ഡൽഹിയിലേക്കും മുംബൈയിലേക്കും ഒക്കെ 1 ലക്ഷം രൂപയുടെ അടുത്താണ് ഇപ്പോൾ ടിക്കറ്റ് നിരക്ക് ഉള്ളത്. വലിയ പ്രതിസന്ധി യാത്രക്കാർക്കുണ്ട്. ദുബൈയിലേക്ക് പോലും നമുക്കറിയാം ഇപ്പോൾ 18,000 രൂപക്ക് കേരളത്തിൽ നിന്ന് സർവീസ് ഉണ്ട്. ആ സമയത്താണ് ഡൽഹി ഒക്കെ ഇത്ര വലിയ നിരക്കിലേക്ക് പോയിരിക്കുന്നത്. യാത്രക്കാർ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഈ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത യാത്രക്കാരെ അറിയിക്കാത്തത് കൊണ്ടുകൂടിയാണ് ഈ വിമാനത്താവളത്തിൽ വന്ന് കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. സിജു, ശരി. KT സ്വാലിഹാണ് കരിപ്പൂർ വിമാനത്താവളത്തിലെ ഇൻഡിഗോ വിമാന സർവീസുകൾ മുടങ്ങിയതിനെ സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചത്. രാജ്യവ്യാപകമായി തന്നെ ഇൻഡിഗോ സർവീസുകൾ മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഇടപെടാതെ ആകാശക്കൊള്ളയ്ക്ക് അവസരമുണ്ടാക്കുക ആണ് എന്നാണ് നേരത്തെ ജോൺ ബ്രിട്ടാസ് MP ആരോപിക്കുകയും ചെയ്തത്.